ഹലോ, ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ചോദിച്ചാൽ, നമ്മൾ ചക്കയുടെ കൂഞ്ഞിലും പിന്നെ ഒരു കിഴങ്ങും കൊണ്ടൊരു ചെറിയ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പം നമ്മളതിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ്, കൂഞ്ഞിലും ചെറുതായിട്ട് അരിഞ്ഞ്, സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞ്, എന്നിട്ട് നേരെ ചട്ടി വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് കടുകിടുക. കടുക് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഈ പച്ചമുളകും സവോളയും കൂടി ഇട്ട്, കറിവേപ്പില ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഇടാൻ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കാറ്റായ കാരണമാണ് തീ അങ്ങനെ കത്തുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കും. എൻ്റെ പട്ടി അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്. അടുത്ത് ചൂട് കൊള്ളാൻ വേണ്ടി ചക്കി അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അത്രയ്ക്ക് തണുപ്പായതുകൊണ്ടാണ്. പിന്നെ അവിടെ ഇരുന്നോട്ടേ നോർത്തു, പാവം. ഇത് ഇടിഞ്ഞു വീണ കാരണം നല്ല കാറ്റടിക്കുന്നുണ്ട് പെരയ്ക്കകത്തോട്ട്. അപ്പോൾ തീ കട്ടാൻ കുറച്ച് പാടായി. പിന്നെ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് എരിവ് കൂടിക്കോട്ടെ നിർത്താം. കുറച്ച് കൂടുതൽ പച്ചമുളക് ഇട്ടത്, അതിനോട് നമ്മൾ കുറച്ച് മുളകും കൂടി ഇട്ട്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കൂഞ്ഞിലും കിഴങ്ങും കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. തീ കുറച്ചിടണം കേട്ടോ, അല്ലെ ചിലപ്പോൾ കരിഞ്ഞു പോവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് വേഗം കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിക്കണ്ടല്ലോ നോത്തിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെന്തോളും. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് അടച്ച് വെക്കണം. നമ്മൾ ഇളക്കി കൂട്ടി ഒതുക്കി വെക്കുന്നുണ്ട്. പെട്ടെന്ന് വേകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒതുക്കി കൂട്ടി വെക്കണം. അങ്ങനെ നമ്മൾ അടിലിക്കുട്ടത്തിൻ്റെ പാത്രം എടുത്ത് അടച്ചു വെച്ച്, പിന്നെ അത് തുറന്നിട്ട് അതിനകത്ത് ഒരിച്ചിരി ഇറച്ചിച്ചവ കിട്ടിക്കോട്ടെ എന്നോർത്ത് മസാലക്കൂട്ട് കുറച്ച് പൊടിച്ച് അതിനകത്ത് ഇട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടച്ചു വെച്ച്, പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്നു. അതുവരെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് അത് തുറന്നു നോക്കി നന്നായിട്ട് ഇളക്കി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.